Good morning, welcome back to science class. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് യൂണിറ്റും കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ടേം ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റും കഴിഞ്ഞ് നമ്മൾ ടേം പഠിക്കാൻ പോവാണ്. സെക്കൻഡ് ടേം എക്സാമിനുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. ആൻഡ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്ററിലോട്ട് പോവാം. പുതിയ ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? ദ ഹ്യൂമൻ ബോഡി ആണ് നിങ്ങൾ പഠിക്കുന്ന യൂണിറ്റ് 3 എന്ന് പറയുന്ന ചാപ്റ്റർ. യൂണിറ്റ് 3 ദ ഹ്യൂമൻ ബോഡി ആണ്. ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നറിയാമോ? We are going to learn about different system of our body and their functions. നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെന്റ് സിസ്റ്റംസും പിന്നെ അതിന്റെ ഫങ്ഷൻസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് ഡയറക്റ്റ് പോകാം. പേജ് നമ്പർ 63-ലാണുള്ളത്. Our body has different parts which do different jobs. നമ്മുടെ ബോഡിക്ക് പല ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അവയൊക്കെ പല ജോബുകൾ ചെയ്യുന്നു, പല വർക്കുകൾ ചെയ്യുന്നവയാണ്. They work together to keep us alive. അവയെല്ലാം എന്താണ്, എപ്പോഴും ഈ ജീവനോടെ ഇരിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? എല്ലാവരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എന്താവും, ഓരോ പാർട്ടും വർക്ക് ചെയ്യാതിരുന്നാൽ ആ പാർട്ട് ഇല്ലാതെയാവും, അതായത് ജീവൻ എത്തിപ്പോവും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ബോഡി ജീവൻ ഇല്ലാതായി പോവും. ഓക്കെ, they also enable us to see, hear, taste, feel, smell, play, study and do so many different things. അവ എന്തിനൊക്കെയാണ് നമുക്ക് ആവശ്യമായി വരുന്നത്? enable for hear, കേൾക്കാൻ, കാണാൻ, see, പിന്നെ ടേസ്റ്റ് ചെയ്യാൻ, രുചിക്കാൻ, പിന്നെയോ ഫീൽ ചെയ്യാൻ, സ്മെൽ ചെയ്യാൻ, പ്ലേ ചെയ്യാൻ, സ്റ്റഡി ചെയ്യാൻ, എല്ലാത്തിനും ഇവ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള പല കാര്യങ്ങൾ കേട്ടോ, ഇതിന് മാത്രമല്ല. We know about the world around us with the help of the sense organs. നമുക്ക് സെൻസ് ഓർഗൻ ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് വളരെ നന്നായി അറിയാം, അല്ലേ? അറിയാം. എങ്ങനെയാണ്? നമ്മൾ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതേ കുറിച്ചൊക്കെ അറിയില്ല. എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? അവിടുത്തെ ഭക്ഷണങ്ങളുടെ രുചിയെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാം. ഏറെക്കുറെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ രുചിച്ച് നോക്കിയിട്ടുണ്ടാവും. അവിടുന്ന്, അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കേരളൈറ്റ് സ്റ്റൈൽ ഫുഡ്സ് മാത്രമാണോ കഴിക്കുന്നത്? അല്ല, കേരളൈറ്റ് സ്റ്റൈൽ മാത്രമല്ല, പകരം നമ്മൾ പലയിടത്തുനിന്നും മോഷ്ടിച്ച കുറെ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? പൊറോട്ടയൊക്കെ നമ്മുടെ ആണോ? അല്ല, പക്ഷെ നമ്മളത് കഴിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് പൊറോട്ടയെ പറയുന്നത്. ഓക്കെ, ദീസ് സെൻസ് ഓർഗൻസ് ആർ ഐസ് വിച്ച് ഹെൽപ്പ് us to see. അപ്പോൾ അതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കണ്ടാണ് പല കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ അതിലെ സെൻസ് ഓർഗനിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ഐസ് ആണ്. ഐസ് ആണ് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ വ്യൂ ചെയ്യാൻ, വാച്ച് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഐ ആണ്, അല്ലെ? Which help us to see. Ears, അടുത്ത next one is ears which help us to hear, കേൾക്കാൻ സഹായിക്കുന്നതാണ്. And which help us to hear. The nose എന്തിനാണ്? To smell, അല്ലേ? നമുക്ക് സ്മെൽ ചെയ്യാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? നോസ് ഹെൽപ്പ് ചെയ്യുന്നത്. നോസ് എന്ന് പറഞ്ഞാൽ മൂക്ക്. The nose which help us to smell pleasant and unpleasant smells. Pleasant ആയിട്ടുള്ള സ്മെൽസും അൺപ്ലസന്റ് ആയിട്ടുള്ള സ്മെൽസും. നമുക്ക് നല്ല മണങ്ങൾ മാത്രമാണോ മനസ്സിലാവുക? അല്ല, നമുക്ക് മറ്റു മണങ്ങളും ലഭിക്കുമില്ല, നമ്മുടെ മൂക്കിലോട്ട് ലഭിക്കും. ഏതൊക്കെ മണങ്ങളാണ്? ചീത്തയായ സ്മെൽസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാം. നല്ല സുഗന്ധം നമുക്ക് അറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ നമ്മൾ ഏത് സ്മെല്ലും സ്മെൽ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ നോസിനുണ്ട്. The tongue which help us to taste sweet, salty, sour or bitter things. നമ്മുടെ നാവ്, അത് പുളിയുള്ളതും കശപ്പുള്ളതും എരിവുള്ളതും ഉപ്പുള്ളതും എല്ലാം എന്തിനെ സഹായിക്കുന്നു? എല്ലാം രുചിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അവയവമാണ്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻ ആണ്. ഓക്കെ, ഇന്ദ്രിയമാണ്. The skin which help us to feel pain, know whether a thing is hot or cold, smooth or rough, hard or soft. ഒരു വസ്തു ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ, അല്ലെങ്കിൽ സ്മൂത്ത് ആണോ റഫ് ആണോ, അല്ലെങ്കിൽ ഹോട്ടാണോ കോൾഡ് ആണോ എന്നൊക്കെ അറിയാൻ, അല്ലെങ്കിൽ അത് എന്നൊക്കെ അറിയാനും, പിന്നെ നമുക്ക് പെയിൻ, വേദന അനുഭവിച്ചറിയാനും ഒക്കെ എന്താണ്? സ്കിന്നാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആരാണ്? സ്കിൻ മീൻസ് ത്വക്ക്. നമ്മുടെ മലയാളത്തിൽ ത്വക്ക് എന്ന് പറയും. ത്വക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് ത്വക്ക്. അതായത് തോളിനെ പലരും ത്വക്ക് എന്ന് പറയും. അതല്ല, ത്വക്ക് എന്ന് വെച്ചാൽ എന്താണ്? തൊലി അഥവാ സ്കിന്നാണ്. ഓക്കെ, when any of these organs senses anything, it passes a message to the brain through nerves. The brain studies the messages and tells us about it.
ഓക്കെ, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഈ സെൻസ് ഓർഗൻ എന്തെങ്കിലും ഒന്നിലൂടെ കടന്നു പോവാണ്. നമ്മളിപ്പോൾ വായിച്ച രീതിയിലുള്ള എന്തെങ്കിലും ഒന്നിലൂടെ കടന്നു പോവാണ്. അതായത് കണ്ണ് എന്തെങ്കിലും ഒരു വസ്തുവിനെ, ഞാൻ ഈ ക്യാമറയെ കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണുകയാണ് എന്നാണെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? എൻ്റെ കണ്ണ് മെസ്സേജ് എവിടേക്ക് ഞരമ്പുകളിലൂടെ പാസ് ചെയ്ത് ബ്രെയിനിലെത്തിക്കുകയാണ്. എന്ത്? ഞാൻ കാണുന്നത് ഒരു ക്യാമറയാണെന്നുള്ള കാര്യവും ഞാൻ മുമ്പിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിന് ബ്ലാക്ക് കളറാണെന്നും അതിന് വൈറ്റ് കളറിൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ എൻ്റെ കണ്ണ് എന്ത് ചെയ്യുകയാണ്? ഞരമ്പുകളിലൂടെ എൻ്റെ ബ്രെയിനിന്, എൻ്റെ തലച്ചോറിന്, മസ്തിഷ്കത്തിന് മെസ്സേജ് പാസ് ചെയ്യുകയാണ്, സന്ദേശം അയക്കുകയാണ്. ആ സന്ദേശം അവിടെ എത്തുകയും അവിടെ നിന്നും മെസ്സേജ് റെഫർ ചെയ്ത ശേഷം പ്രോസസ്സായി ആണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ തലച്ചോറ് അത് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് എടുക്കുന്നത്, പഠിച്ചെടുക്കുന്നത്. അപ്പോഴാണ് എന്താവുന്നത്? എനിക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ കാണുന്നതെന്ന്. അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്? കണ്ണ് കാണുന്ന ആ നിമിഷത്തിൽ തന്നെ എല്ലാം വിത്തിൻ സെക്കൻഡ്സ്, അല്ലെ, സെക്കൻഡ്സ് പോലും ആവശ്യമില്ല, സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് തീർന്ന് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് പാസസ് എ മെസ്സേജ് ടു ദ ബ്രെയിൻ ത്രൂ നെർവ്സ്, ദെൻ the brain studies the message and tell us about it. നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ പറയുകയാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. For example, if we are smelling a flower, a message goes to the brain. നമ്മൾ ഒരു ഫ്ലവർ എടുത്തിട്ട് സ്മെല്ല് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിലോട്ട് കിട്ടും. ദ ബ്രെയിൻ ടെൽ us whether the smell is pleasant or unpleasant. അപ്പൊ നമ്മുടെ ബ്രെയിൻ പറയും അത് നല്ല മണമാണോ അല്ലെങ്കിൽ ചീഞ്ഞ മണമാണോ എന്ന് ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, the system in our body, the systems in our body. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റംസ് ആണ്. Several organs in our body work together to do a major work for the body. നമ്മുടെ ശരീരത്തിലെ സെവറൽ ഓർഗൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാന വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലുമൊക്കെ പ്രധാന വർക്കുകളെ കംപ്ലീറ്റ് ചെയ്യാൻ പല 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 അവയവങ്ങളുടെ ഒന്നിച്ചുള്ള വർക്ക് ആവശ്യമാണ്. ഓക്കെ, ദി ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് അവർ ബോഡി ആർ, ഏതൊക്കെയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്ന, ടുഗദറായി വർക്ക് ചെയ്യുന്ന ഓർഗൻസിനെയാണ് എന്ത് പറയുക? ദീസ് ഓർഗൻസ് മേക്ക് എ സിസ്റ്റം. ആ ഓർഗൻസ് ആണ് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സിസ്റ്റംസ് ഏതൊക്കെയാണ്? നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം. അതാണ് ഫസ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം. ദെൻ digestive system, the breathing system, the circulatory system, then the skeletal system, the muscular system and excretory system. ഇത്രയും സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? എന്താണ് നെർവസ് സിസ്റ്റം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നെർവസ് സിസ്റ്റം. The brain and the nerves make up the nervous system. ബ്രെയിനും നെർവ്സും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? നെർവ്സ് ആൻഡ് ബ്രെയിൻ ചേർന്നതാണ് എന്ത്? nervous system എന്ന് പറയുന്നത്. The brain controls all the functions of the body and the nerves carry the message to the brain and to other parts of the body. നമ്മുടെ എല്ലാ ഫങ്ഷൻസും ബ്രെയിൻ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ബോഡിയുടെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. അതായത് മസ്തിഷ്കം അഥവാ തലച്ചോർ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ബോഡി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും, തൊടുന്നതാവട്ടെ, കാണുന്നതാവട്ടെ, സ്മെല് ചെയ്യുന്നതാവട്ടെ, ഫീൽ ചെയ്യുന്നതാവട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ ആരാണ്? ബ്രെയിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് അതിനുള്ള മെസ്സേജസ് പാസ് ചെയ്യുന്നത് ആരാണ്? നെർവ്സ് ആണ്. ഓക്കെ, nerves carry the messages to the brain and to the other parts of the body. മറ്റു ഭാഗങ്ങളിലേക്കും ബ്രെയിനിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ മെസ്സേജുകൾ ആരെത്തിച്ചു കൊടുക്കുന്നു? നെർവ്സ് എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണെന്ത്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെർവസ് സിസ്റ്റം കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? You have studied in your previous chapter that food gives us energy. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? മുമ്പത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫുഡാണ് നമുക്ക് എനർജി തരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. Food has to be absorbed by the body and the waste material in the food has to be passed out. നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഫുഡിനെ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റിനെ പുറന്തള്ളുകയും ചെയ്യും ഫുഡിൽ നിന്ന്, അല്ലേ? But to be absorbed, the food has to broken to small. അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഫുഡ് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകണം. To be broken as small pieces. Okay. And food has to be passed out, but to be absorbed, the food has to be broken to small, simple pieces, and the nutrients in the food separated. സിമ്പിൾ പീസസ് ആവുന്നത് മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിൽ ന്യൂട്രിയൻസ് സെപ്പറേറ്റ് ആവുകയും വേണം. എങ്കിലാണ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ.
ദിസ് ഈസ് കോൾഡ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. ഇതിനെയാണ് ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്, ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. ദ ഓർഗൻസ് മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് അനസ് ഫ്രം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്തൊക്കെ ചേർന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആവുന്നത് എന്നറിയാമോ? ഫസ്റ്റ് വൺ ഈസ് മൗത്ത്, നമ്മുടെ വായ. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ഫുഡ് പൈപ്പിലൂടെ, ഇവിടെ അന്നനാളം എന്ന് പറയുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. ആ ഫുഡ് പൈപ്പിലൂടെ ഫുഡ് താഴോട്ട് ചെല്ലുന്നു. അല്ലാതെ എവിടേക്കാണ് എത്തുന്നത്? സ്റ്റൊമക്കിലോട്ട് എത്തുന്നു. സ്റ്റൊമക്കിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ചെറുകുടലിലോട്ട് പോകുന്നു. ചെറുകുടലിൽ നിന്നും അത് എങ്ങോട്ട് പോകുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. അവിടെ നിന്നും അത് എവിടെ എത്തുന്നു? അനസിലോട്ട് എത്തുന്നു, അതായത് മലദ്വാരത്തിലോട്ട് എത്തുന്നു. അങ്ങനെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം പുറന്തള്ളുന്നത്. അതിനു മുമ്പ് എന്ത് സംഭവിക്കും? സ്മോൾ പാർട്ടിക്കിൾസ് ആയി മാറിയ ഈ ഭക്ഷണം മിനറൽസിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത്. In the mouth, the food is broken, chewed and made soft by mixing with saliva. നമ്മുടെ വായിൽ നിന്ന് തന്നെ ഈ ഭക്ഷണം എന്താവും? നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയി ബ്രോക്കൺ ആവും. മാത്രമല്ല വളരെ സോഫ്റ്റ് ആവാൻ ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഉമിനീരുണ്ടല്ലോ, സലൈവ, അത് സഹായിക്കുന്നു. It then goes to the stomach through the food pipe. അതിനുശേഷം എന്ത് ചെയ്യും? സ്റ്റൊമക്കിലോട്ട് നമ്മുടെ ഫുഡ് പൈപ്പ് വഴി പോകും. ഈ സോഫ്റ്റ് ആയ ബ്രോക്കൺ ആയ പീസസ് എന്താ സലൈവയുമായി മിക്സ് ആയ ഈ ഫുഡിന്റെ മിക്സ്ചർ എന്താവും? നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലോട്ട് എത്തും. In the stomach, the food is mixed with the digestive juices, churned and digested. അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയ ശേഷം ഫുഡ് എന്തുമായി മിക്സ് ആവും? ഡൈജസ്റ്റീവ് ജ്യൂസുമായി മിക്സ് ആയിട്ട് ഡൈജസ്റ്റ് ആവുകയാണ് ചെയ്യുക. എന്തിനാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ഈസി ആയിട്ട് ദഹിക്കാനാണ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ബയോളജിക്കൽ എൻസൈംസ്. അത്തരത്തിലുള്ള ബയോളജിക്കൽ എൻസൈംസ് ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഈ ദഹന പ്രക്രിയയെ സഹായിക്കുന്നത്, ഡൈജഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നത്. അതിനുള്ള എൻസൈം ആണ് ഇതാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, the food then goes into the small intestine. അതിനുശേഷം എന്ത് സംഭവിക്കും? അവിടെ നിന്നും അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. Here the food is completely digested and the digested food is absorbed by the walls of the small intestine. പിന്നീട് എന്ത് സംഭവിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവുകയും ഡൈജസ്റ്റഡ് ആയ ഫുഡിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വോള്, അതിന്റെ ഭിത്തി ഉണ്ടല്ലോ, അതിനുള്ള ആ ത്വക്ക് പോലെ അല്ലെങ്കിൽ തൊലി പോലെ കാണപ്പെടുന്ന അതിന്റെ പുറം ഭാഗം അല്ലെങ്കിൽ പുറന്തോട് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. The undigested food moves into the large intestine. പിന്നീട് എന്ത് ചെയ്യും? അൺഡൈജസ്റ്റഡ് ആയ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, ഇപ്പൊ നമ്മൾ ദഹിച്ച എല്ലാ ഭാഗവും എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്യപ്പെട്ടു. എവിടെ? ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യപ്പെട്ടു. ഇനി ദ അൺഡൈജസ്റ്റഡ് ഫുഡ് മൂവ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വലിയ വൻകുടലിലോട്ട് ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പോവുകയാണ്. ഹിയർ എക്സസ് വാട്ടർ that is present in absorbed and then the waste is then thrown out through the anus. എന്ത് ചെയ്യും? അവിടെ വെച്ച് ആവശ്യമില്ലാത്ത നമ്മുടെ വേസ്റ്റ് എല്ലാം അനസിലൂടെ പുറത്തോട്ട് പോകും. അതിനാണ് നമ്മൾ മോഷനായിട്ട് നമ്മൾ പുറന്തള്ളുന്ന വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ ഡൈജസ്റ്റിംഗ് പ്രോസസ് അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഡൈജസ്റ്റിംഗ് പ്രോസസ്. മൊത്തത്തിൽ ഈ എല്ലാ ഓർഗൻസും ചേർന്ന് ചെയ്യുന്ന വർക്കിന്റെ ടുഗദറായിട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ജോയിനിങ് ആണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ ബ്രീത്തിങ് സിസ്റ്റം ആണ്. ബ്രീത്തിങ് സിസ്റ്റം, ദ നോസ്, വിൻഡ് പൈപ്പ്, ലങ്സ് മേക്കപ്പ് അവർ ബ്രീത്തിങ് സിസ്റ്റം. എന്തൊക്കെ ചേർന്നാണ് ബ്രീത്തിങ് സിസ്റ്റം ഉണ്ടാവുന്നത്? നോസ്, മൂക്ക്, പിന്നെ വിൻഡ് പൈപ്പ്, അതിനുശേഷം അതായത് നമ്മുടെ മൂക്കിലോട്ട് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്ന, നമ്മുടെ ലങ്സിലോട്ട് എത്തിക്കുകയും ലങ്സിൽ നിന്ന് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തിവിടുകയും ചെയ്യുന്ന പൈപ്പാണ് എന്ത്? വിൻഡ് പൈപ്പ്. പിന്നെ ഉള്ളത് ലങ്സ്. ഈ മൂന്നെണ്ണം ചേർന്നാണ് എന്ത്? നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റം എന്ന് പറയുന്നത്. To get energy from our body needs oxygen from air. നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടണമെങ്കിൽ, ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടാൻ ആരെ ആവശ്യമാണ്? ബോഡിക്ക് ഓക്സിജനെ ആവശ്യമാണ്. ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ചുറ്റുമുള്ള എയറിൽ നിന്നാണ് കിട്ടുക. Therefore we breathe continuously through our nose. നമ്മുടെ മൂക്കിലൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കൂ? നമുക്ക് വേണ്ട എനർജിക്ക് വേണ്ടുന്ന നമ്മുടെ ഫുഡിന്റെ കൂട്ടത്തിൽ വേണ്ടുന്ന ഓക്സിജൻ ലഭിക്കുക.
We breathe with the help of our lungs. നമ്മൾ നമ്മുടെ ലങ്സിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. ശ്വാസകോശത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. Our lungs are like two bags inside our chest. നമ്മുടെ ചെസ്റ്റിനകത്തുള്ള 2 ബാഗുകളാണ് എന്ത്? ഈ പറയുന്ന ലങ്സുകൾ. 2 സൈഡിലായിട്ട് 2 ലങ്സ് ഉണ്ടാവും. When we breathe in, നമ്മൾ എപ്പോഴാണോ അകത്തോട്ട് ശ്വാസം എടുക്കുന്നത്, we take air in through our nose. നമ്മൾ മൂക്കിലൂടെ ശ്വാസം അകത്തോട്ട് എടുക്കും. This air travels down the windpipe and reaches the lungs. Windpipeലോട്ട് ഈ എയർ കടന്നു പോവുകയും അതിലൂടെ ട്രാവൽ ചെയ്യും, കടന്നു പോകും. ട്രാവൽ ചെയ്യാൻ നമ്മൾ യാത്ര ചെയ്യാന്ന് പറയും. ഇവിടെ എന്താണ്? നമ്മുടെ അകത്തോട്ട് എടുക്കുന്ന ശ്വാസമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, this air travel down the windpipe, താഴോട്ട് പോവുകയും and reaches the lungs, ലങ്സിൽ എത്തും. ഓക്കെ, ഓക്സിജൻ ഫ്രം എയർ ഗോസ് ഇൻ ടു അവർ ബ്ലഡ്. അതിൽ നിന്ന് ആ എയർ പോയ എയറിൽ നിന്നും നമ്മുടെ ചുറ്റും ഓക്സിജൻ മാത്രമല്ല ഉള്ളത്, നമ്മൾ എന്താണ് എയർ ആണ് അകത്തോട്ട് എടുക്കുന്നത്. അകത്ത് വെച്ചാൽ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നത്. അവിടെ വെച്ച് സംഭവിക്കും, ഓക്സിജൻ ലങ്സിൽ നിന്നും ഓക്സിജൻ മാത്രം എങ്ങോട്ട് പോകും? നമ്മുടെ ബ്ലഡിലോട്ട്, നമ്മുടെ രക്തത്തിലോട്ട് പോകും. എങ്കിലേ നമുക്ക് എന്ത് കിട്ടൂ? എനർജി കിട്ടും. When we breathe out the waste gas, നമുക്ക് ആവശ്യമില്ലാത്ത ഗ്യാസ് ഉണ്ടല്ലോ, അതെന്താവും? പുറന്തള്ളുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എയർ അകത്തോട്ട് പോയി അത് ലങ്സിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ആരെ? ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡിലോട്ട് അയച്ചു വിട്ടു. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത ഗ്യാസസ് അല്ലെങ്കിൽ ആ ഗ്യാസിനെ എന്ത് ചെയ്യാണ്? നമ്മൾ പുറത്തോട്ട് കളയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗോസ് ഔട്ട് ഓഫ് അവർ ലങ്സ്. നമ്മുടെ ലങ്സിന് പുറത്തു പോകുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. Through the windpipe and comes out of our nose. വിൻപൈപ്പിലൂടെ അത് മുകളിലോട്ട് വന്ന് പുറത്തു പോകും. ഏതിൽ കൂടെയാണ് പോവുക? നമ്മുടെ മൂക്കിലൂടെയാണ് പോവുക. അപ്പൊ നമുക്ക് ഇത്രയുമാണ് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി സിസ്റ്റംസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി അവയും കൂടെ പഠിക്കാം. ഓക്കെ, ബൈ.